നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കിനി തൊഴിൽ മാറ്റം സാധ്യമല്ല. തോന്നിയ പോലെ തൊഴിൽ മാറുന്ന പ്രവാസി ജീവനക്കാരുടെ രീതിക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുവൈറ്റ് MP രംഗത്തെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തൊഴിൽ മാറാൻ പ്രവാസികൾക്ക് അനുവാദം നൽകുന്ന നിലവിലെ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും പാർലമെന്റ് മുമ്പാകെ സമർപ്പിച്ച ശുപാർശയിൽ MP അബ്ദുള്ള അൽ തുറൈജി ആവശ്യപ്പെടുകയുണ്ടായി. ഒരു സ്പോൺസറുടെ കീഴിൽ ജോലിയിൽ പ്രവേശിച്ച് അധികകാലം കഴിയുന്നതിന് മുമ്പ് കൂടുതൽ ശമ്പളം മോഹിച്ച് മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് തൊഴിൽ മാറുന്നതിനെതിരെയാണ് MP-യുടെ വിമർശനം. പ്രവാസി ജീവനക്കാർ തോന്നിയ പോലെ സ്പോൺസറെ മാറ്റുന്ന നിലവിലെ രീതിയെക്കുറിച്ചും സ്പോൺസറുടെ പക്കൽ നിന്ന് തൊഴിലാളികൾ ഓടിപ്പോകുന്ന കേസുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്താൻ ആഭ്യന്തര മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തണമെന്നും അദ്ദേഹം നിവേദനത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. മറ്റ് സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് വേണം ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്താനെന്നും അൽ തുറൈജി വ്യക്തമാക്കി. അതുപോലെ തന്നെ ഒരു സ്പോൺസറുടെ കീഴിൽ ജോലിയിൽ പ്രവേശിച്ച് അദ്ദേഹത്തിന് കീഴിൽ നിന്ന് ആവശ്യമായ തൊഴിൽ പരിശീലനവും നൈപുണ്യവും ആർജിച്ച ശേഷം ആ സ്പോൺസറുടെ കീഴിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുന്നത് തടയണമെന്നാണ് MP-യുടെ ആവശ്യം. പലപ്പോഴും കൂടുതൽ ശമ്പളം, മികച്ച സൗകര്യമൊക്കെ തേടിയാണ് ഈ രീതിയിൽ പ്രവാസികൾ തൊഴിൽ മാറ്റം നടത്തുന്നത്. ഇത് ആദ്യ സ്പോൺസറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെന്നും MP ശുപാർശയിൽ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ആദ്യത്തെ സ്പോൺസറുടെ പക്കൽ നിന്ന് മികച്ച തൊഴിൽ പരിശീലനം നേടിയ ശേഷം പാതി വഴിയിൽ ആ സ്പോൺസറെ വിട്ടേച്ചു പോകുന്നത് തടഞ്ഞുകൊണ്ട് നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നാണ് MP ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം പാർലമെന്റ് പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണം. ആദ്യത്തെ സ്പോൺസറുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ നിയമത്തിൽ മാറ്റം വരുത്തണം. ചുരുങ്ങിയത് 6 മാസത്തേക്കെങ്കിലും ഒരു സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്ത് പരിശീലനം നേടിയ ജീവനക്കാരൻ നിശ്ചിത കാലയളവിനുള്ളിൽ അയാളെ ഉപേക്ഷിച്ചു പോകുന്നത് തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിലെ നിയമപ്രകാരം ഒരു സ്പോൺസറുടെ കീഴിൽ 1 വർഷം തികച്ചാൽ ജീവനക്കാരന് തൊഴിൽ മാറ്റം ആവശ്യപ്പെടാം. സ്പോൺസർ അത് നിരസിക്കുന്ന പക്ഷം കോടതി ഇടപെട്ട് ഇതിന് അവസരം നൽകുന്നതാണ് പതിവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഒരു പുതിയ സ്പോൺസറുടെ കീഴിൽ ജോലിയിൽ പ്രവേശിച്ച് 1 വർഷമെങ്കിലും ജോലി ചെയ്ത ശേഷം ജോലി മാറ്റം വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം പുതിയ നിയമം. അതോടൊപ്പം അടുത്ത 5 വർഷത്തേക്ക് കുവൈറ്റിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവർക്ക് വിലക്കേർപ്പെടുത്തുകയും വേണം. ഇതുകൂടാതെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകളും അതോടൊപ്പം തൊഴിൽദാതാവിന്റെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങളും പരസ്പരം എതിരാവാത്ത രീതിയിലായിരിക്കണം നിയമ ഭേദഗതിയെന്നും അദ്ദേഹം അറിയിച്ചു. ഗാർഹിക തൊഴിലാളികൾ, ഡ്രൈവർമാർ, കർഷകർ, പാചക തൊഴിലാളികൾ തുടങ്ങിയവരിൽ പലരും തൊഴിലിൽ ഒരു മുൻപരിചയമില്ലാതെയാണ് ഒരു സ്പോൺസറുടെ കീഴിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. എന്നാലോ സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്ത് പഠിക്കുകയും ആവശ്യത്തിനുള്ള പരിശീലനം നേടുകയും ചെയ്ത ശേഷം കൂടുതൽ ശമ്പളമോ സൗകര്യമോ തേടി മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് തൊഴിൽ മാറ്റം നടത്തുകയാണ് നിലവിലെ രീതി. ഇക്കാര്യത്തിൽ ലേബർ ഓഫീസുകളും ബ്രോക്കർമാരും ചില സ്വദേശികളും വിദേശികളും ജീവനക്കാർക്ക് പ്രോത്സാഹനം നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തുറൈജി പാർലമെന്റിൽ നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.